ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 11-ാം അധ്യായം 7-ാം വാക്യം, സർവശക്തൻ്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ എന്ന ചോദ്യമാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ അറിവുകളും കഴിവുകളും നീ എങ്ങനെയാണ് ഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. 12-ാം അധ്യായം 9-ാം വാക്യം അതുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത്, യഹോവയുടെ കൈ ഇത് പ്രവർത്തിച്ചിരിക്കുന്നു എന്ന്. ഇവയെല്ലാം കൊണ്ട് ഗ്രഹിക്കുന്നതാര് എന്ന് ചോദിക്കുന്ന ചോദ്യമാണ്. ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയുടെ വഴികളെക്കുറിച്ച് 12-ാം അധ്യായത്തിനകത്ത് അനവധി കാര്യങ്ങൾ ഓർപ്പിച്ചിരിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് നാം പരിശോധിക്കുമ്പോൾ അവൻ സകലത്തെയും സൃഷ്ടിച്ചു എന്നും സകല ജീവജാലങ്ങളുടെയും മേൽ പരമാധികാരി ദൈവമാണെന്നും മാത്രമല്ല സകല മനുഷ്യരുടെയും ശ്വാസത്തെ നിയന്ത്രിക്കുകയും ജ്ഞാനവും ശക്തിയും നൽകുകയും ചെയ്യുന്നത് ദൈവമാണെന്നും ദൈവത്തിൻ്റെ ജ്ഞാനവും ശക്തിയുമാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ളതെന്നും 12-ാം അധ്യായത്തിൽ ഓർപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അത്യുന്നതനായ ദൈവത്തിൻ്റെ ആലോചനയും വിവേകവും അവന് മാത്രമുള്ളതാണെന്നും അവൻ ഇടിച്ചു കളയുന്ന ദൈവമാണെന്നും അവൻ മനുഷ്യനെ ബന്ധിക്കുകയും ആരും അഴിച്ചുവിടാതെ കണ്ണം ബന്ധിപ്പാൻ പ്രാപ്തിയുള്ളവനാണെന്നും അവൻ വെള്ളം തടുത്തു കളയുന്നവനാണെന്നും നദികളെ വറ്റിപ്പാൻ അധികാരമുള്ളവനാണെന്നും 12-ാം അധ്യായത്തിനകത്ത് ഓർപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ബലവാന്മാരുടെ ബലം ക്ഷയിപ്പിക്കുകയും അഗാധ കാര്യങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലാക്കുകയും അന്ധതപസ്സിനെ പ്രകാശത്തിൽ വരുത്തി തീർക്കുകയും ജാതികളെ വർദ്ധിപ്പിക്കുകയും നശിപ്പിക്കുകയും ഭൂവാസികളിൽ തലവന്മാരുടെ ധൈര്യം കെടുത്തിക്കളയുന്നവനുമാണെന്നുമൊക്കെ 12-ാം അധ്യായത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഇതെല്ലാം ദൈവത്തിൻ്റെ സമ്പൂർത്തിയെ കാണിക്കുന്നതാണ്, ശ്രേഷ്ഠതകളെ കാണിക്കുന്നതാണ് എന്ന് നാം മറന്നു പോകരുത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം സേവിക്കുന്ന നമ്മുടെ ദൈവം സകലത്തിൻ്റെ മേലും അധികാരമുള്ളവനാണെന്നും തൻ്റെ ശ്രേഷ്ഠതകൾ എത്രമാത്രം വലുതാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ദൈവത്തിൻ്റെ മുൻപിൽ നാം ഏതുമില്ലെന്ന് അംഗീകരിച്ച് ഓരോ നിമിഷങ്ങളും നാം നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നു എങ്കിൽ ആ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും നന്മകളും അനുഭവിപ്പാനും ആ തലത്തിൽ നമുക്ക് ജീവിപ്പാനും സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടും നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് മുൻപോട്ട് കഴിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ,
ദൈവത്തിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ച് ആഴമായി മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ ഏതുമില്ലെന്ന് അംഗീകരിച്ച് ദൈവസന്നിധിയിൽ ആഴമായ താഴ്മയിലും പ്രാർത്ഥനയിലും മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ദൈവവചന ചിന്ത കേട്ട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കണം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.